നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമാവണമെന്നില്ല, അല്ലേ? ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന ശബ്ദം നമ്മൾ തെറ്റുവഴിയിലേക്കാണ് ചിലപ്പോഴൊക്കെ നയിക്കുക. ഇതങ്ങനെ ഒരു കഥയാണ്. ഒരമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹം നഷ്ടപ്പെടുത്തിയ ഒരു മകൻ്റെ കഥ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? കഠിനമായിട്ട് ഒരമ്മ തൻ്റെ മകനായ അജയനോട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി, ഇതുവരെ ഒരു കുഞ്ഞുമില്ല. എന്തിനാ നീ അവളെ ഇങ്ങനെ സഹിച്ചിട്ട് നിൻ്റെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കുന്നത്? കുഞ്ഞില്ലാത്തൊരു പെൺകുട്ടി ജീവിതത്തിൽ കൊണ്ടുവന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അജയനെ മന്ദഹാസ സ്വരത്തിൽ അമ്മയോട് പറഞ്ഞു, അമ്മേ, രാധിക നല്ലവളാണ്. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തെ നല്ല കരുതലോടെ നോക്കുന്നുണ്ട്. അമ്മയുടെ ശബ്ദം വീണ്ടും ഒരു മുറിവേൽപ്പിക്കുന്ന പോലെയായിരുന്നു. സ്നേഹം എടുത്ത് ഭക്ഷിക്കാമോ? സന്തതയില്ലാത്ത കുടുംബം നിലനിൽക്കോടാ. നീ എൻ്റെ വാക്കൊന്ന് കേൾക്ക് മോനെ, നീ വേറൊരു കല്യാണം കഴിക്കണം. അവിടെ ഒരു ദാമ്പത്യ ജീവിതത്തിലൊരു ഭിന്നത രൂപപ്പെടുകയായിരുന്നു. രാധികയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അജേട്ടാ, നിങ്ങൾ ശരിക്കും മാറിപ്പോയതുപോലെ. ഒരു നോട്ടം പോലും ഇല്ല, ഒരു സ്നേഹവാക്ക് പോലും എനിക്കായിട്ട് പറയുന്നില്ല. നമുക്കൊരു കുഞ്ഞില്ലാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ. അജയൻ കണ്ണുകൾ താഴ്ത്തി. രാധികെ, അമ്മ പറയുന്നതും ഏറെക്കുറെ ശരിയാണ്. നമുക്കൊരു സന്തതി വേണം. എനിക്കൊരു കുഞ്ഞില്ലാതെ ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. രാധികയ്ക്ക് അത് ഹൃദയം തകരുന്നത് പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു. രാധിക പറഞ്ഞു, പ്രണയം കുഞ്ഞിനേക്കാൾ ഏറ്റവും വിലയേറിയതാണ് അജേട്ടാ. എന്നാൽ നിങ്ങൾ അമ്മയുടെ വാക്കുകൾക്കായിട്ട് എൻ്റെ ജീവിതവും നമ്മുടെ ജീവിതവും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് എന്നെ ഒഴിവാക്കി കളയാൻ വേണ്ടി പോവുകയാണോ? പക്ഷെ അതിന് അജയന് മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒടുവിൽ ആ കുടുംബം ആശുപത്രിയിലെത്തി. പരിശോധന ഫലങ്ങളൊക്കെ കേട്ട് എല്ലാവരും ഞെട്ടി. ഡോക്ടർമാർ വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തുടങ്ങി. നമ്മളിപ്പോൾ നടത്തിയ ടെസ്റ്റിൽ ഫലങ്ങളെല്ലാം വ്യക്തമാണ്. പ്രശ്നം രാധികയുടേതല്ല, അജയൻ്റെതാണ്. അജയൻ്റെ ശരീരത്തിലാണ് പ്രശ്നം. അജയനിപ്പം രാധികയെ ഒഴിവാക്കി വേറൊരു വിവാഹം കഴിച്ചാലും അജയന് കുട്ടികളുണ്ടാവാൻ പോകുന്നില്ല. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു അത്. അമ്മ തൻ്റെ മകൻ്റെ തല പിടിച്ചിട്ട് കരഞ്ഞു. ഞാൻ ഇത്രയും കാലം തെറ്റായ വഴിയിൽ നിന്നെ പ്രലോഭിപ്പിച്ച് കൊണ്ടു നടത്തുകയായിരുന്നു. രാധികയെ വെറുതെ കുറ്റപ്പെടുത്തി. അവളെ മച്ചി എന്ന് വിളിച്ച് അവളെ വേദനിപ്പിച്ചു. അവളെ ആളുകൾക്ക് മുന്നിൽ കളിയാക്കി. അവളെ ഒരുപാട് പീഡിപ്പിച്ചു. വീട്ടിലും പൊതുസമൂഹത്തിലുമൊക്കെ അവളെ നാണം കെടുത്തിക്കൊണ്ടേയിരുന്നു. അജയൻ്റെ തകർന്ന ശബ്ദത്തിൽ അജയൻ രാധികയെ സമീപിച്ചു. അയാളുടെ മനസ്സും ശരീരവും ശബ്ദവും എല്ലാം തളർന്നിരുന്നു. എൻ്റെ രാധികെ, ഞാൻ നിന്നെ ഒരുപാട് സംശയിച്ചു പോയി. ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞു. അമ്മയുടെ കൂടെ ചേർന്നിട്ട് ഞാൻ മറ്റുള്ളവരോടൊപ്പം നിന്നെ കളിയാക്കി. സമൂഹ മധ്യത്തിൽ നിന്നെ മച്ചി എന്ന് വിളിച്ചപ്പോൾ അവർക്കൊപ്പം ഞാനും ആർത്തു ചിരിച്ചു. മച്ചി എന്ന് ഞാനും ഉറക്കെ വിളിച്ചു തുടങ്ങി. ഓരോ പ്രഭാതത്തിലും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഓരോ രാത്രിയുടെ അവസാനങ്ങളിലും നിന്നിലെ സ്ത്രീയെ അപമാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. എനിക്കതിന് മാപ്പില്ലെന്നറിയാം. എങ്കിലും നിനക്കതൊക്കെ ഒന്ന് ക്ഷമിച്ചൂടെ? പക്ഷേ രാധിക ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു. ശാന്തമായ സ്വരത്തിൽ നിറഞ്ഞു വന്ന കണ്ണുനീരവർ തുടച്ചുകൊണ്ട് പറഞ്ഞു, അജേട്ടാ, ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന്
നിങ്ങൾക്കറിയാം, നമുക്കൊരു കുഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്കാണ് എൻ്റെ മുഴുവൻ സ്നേഹവും ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ഞാൻ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. കുഞ്ഞിനേക്കാൾ വിലയേറിയത് നിങ്ങളുടെ സ്നേഹമായിരുന്നു എനിക്ക്. എന്നാൽ എൻ്റെ സ്നേഹം തന്നെ നിങ്ങൾ നിഷേധിച്ചു. ഇനിയും ഞാനിവിടെ തുടരുന്നതിൽ ഒരർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സ്നേഹത്തിനും മാനത്തിനും വില മനസ്സിലാക്കാത്തിടത്തേക്ക് ഞാൻ വീണ്ടും വീണ്ടും നിൽക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സ്നേഹത്തിനും മാനത്തിനും ഒക്കെ വില നൽകുന്ന ഒരിടത്തേക്ക് ഞാൻ പോവുകയാണ്, എൻ്റെ വീട്ടിലേക്ക്. ആ വീടിൻ്റെ വാതിൽ എന്നേക്കുമായി അടഞ്ഞ രീതിയിൽ അവൾ അജയൻ്റെ ഹൃദയത്തിൽ നിന്നും ആ മുറി പൂട്ടി പുറത്തേക്കിറങ്ങി. അജയൻ്റെ ഹൃദയത്തിൽ എന്നും തുറക്കാത്ത ഒരു മുറിവായിട്ട് അവളങ്ങനെ ഓർമ്മയിൽ നിന്നു. ഒരമ്മയുടെ വാക്കുകൾ കേട്ട് മകൻ തൻ്റെ ഭാര്യയുടെ കണ്ണുനീരും സ്നേഹവും നഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദം സത്യമാകണമെന്ന്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, സ്നേഹം ഒരിക്കലും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിരികെ പിടിക്കാനേ ആവും. നഷ്ടങ്ങളെന്നും നഷ്ടങ്ങൾ തന്നെയാണ്. വീടിൻ്റെ ഓരോ അകത്തളങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ, സ്ത്രീധനത്തിൻ്റെ പേരിൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നതും സങ്കടപ്പെടുമ്പോഴും സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയട്ടെ, അല്ലേ? വീണ്ടും കാണാം.